നമസ്കാരം. ഞാൻ എത്തിയിരിക്കുന്ന ഒരു വില കുറഞ്ഞൊരു മിനി കൊട്ടാരമാണ് എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കുരുവിക്കാട് ജംഗ്ഷനിൽ നിന്ന് വെറും 150 മീറ്റർ മാറി 6.25 സെന്റിൽ 2400 സ്ക്വയർ ഫീറ്റ് പൂർണ്ണമായും ചുടുകല്ലും തേക്കിൻ തടിയിൽ നിർമ്മിച്ച ഒരു മിനി കൊട്ടാരം. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. നല്ല കിഴക്ക് ദർശനത്തിൽ നല്ലൊരു ഏരിയയിൽ നല്ലൊരു വീട് ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വീട് കൂടിയാണ് ഈ വീട്. പൂർണ്ണമായി ഞാൻ പറഞ്ഞ ചുടുകല്ലിലും തേക്കിൻ തടി നിർമ്മിച്ചിട്ടുള്ളത്. തേക്കിൻ തടികളുടെ ഒരു പറുദീസ തന്നെ തീർത്തിട്ടുണ്ട് കേട്ടോ. വീട്ടിനകത്തായാലും പുറത്തായാലും തന്നെ നല്ല ഒന്നാം തരം തേക്കിൻ തടിയിലാൽ പാനലുകളും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി കൺസ്ട്രക്ഷൻ. അതായത് നമുക്ക് ഈ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യാം. അവൻ്റെ ഓരോ ഏരിയയിലും അല്ലെങ്കിൽ ഓരോ ഇന്റീരിയറിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഇത് ഡയറക്റ്റ് ഓണർ തന്നെ കൺസ്ട്രക്ഷൻ ചെയ്തതാണ്. ഈ വീടിന് വരുന്ന പഴക്കം എന്ന് പറയുന്നത് വെറും 12 വർഷത്തിൽ താഴെയാണ് ഇതിൻ്റെ പഴക്കം എന്ന് പറയുന്നത്. അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് 3 വാഹനങ്ങൾ അനായാസേനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു പാർക്കിംഗ് സ്പേസ് തന്നെ ഉണ്ട്. നമുക്ക് ഇതിനകത്ത് നമുക്ക് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വണ്ടി ഇടാൻ പറ്റും. അപ്പോൾ അവിടെ ഇട്ട് കഴിഞ്ഞാൽ കാർപോർട്സിനകത്ത് ഒരു വണ്ടി ഇടാൻ പറ്റും. നമുക്ക് ഇവിടെ വണ്ടി ഇടാം, അവിടെ അങ്ങനെ 3 കാറ് നമുക്ക് ഈസി ആയിട്ട് പാർക്ക് ചെയ്താൽ പോലും നമുക്ക് വീട്ടിൽ യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ കടന്നു പോകാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു സ്പേസ് മാറ്റിയിടാനുള്ള സൗകര്യമുള്ള ഒരു വീട് കൂടിയാണ് ഈ വീട്. അകത്തേക്ക് കയറുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു L ടൈപ്പിലാണ് ഈ സിറ്റ് ഔട്ട് ഏരിയ വന്നിരിക്കുന്നത് കേട്ടോ. ഈ സൈഡിലേക്ക് അവിടെയൊക്കെ നമുക്ക് നല്ല രീതിയിലേക്ക് നമുക്ക് ഈവനിങ് ഒക്കെ ഇരിക്കാനുള്ള ഒരു സ്പേസ് ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ചെടിയൊക്കെ വെക്കാനായില്ലെങ്കിൽ ഈ ചെടിയൊക്കെ വെക്കാനായിട്ടുള്ള ഒരു പ്രൊഫഷനായിട്ടൊക്കെ ഉള്ള രീതിയിലേക്കാണ് അതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടും വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഒരു കൺസ്ട്രക്ഷൻ പാറ്റേൺ വന്നിരിക്കുന്നത്. ഒരു ബ്രൗണും വൈറ്റും ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ കളർ പാറ്റേണോ അല്ലെങ്കിൽ വീടിൻ്റെ ഇന്റീരിയറിലോ എക്സ്റ്റീരിയറോ കാണുമ്പോൾ തന്നെ ഒരു 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 പ്രീമിയം ടൈപ്പാണെന്ന് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യകതയില്ല. നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർക്ക് തന്നെ അറിയാം. പ്രീമിയം അല്ലെങ്കിൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഈ കാണുന്ന തടികളെല്ലാം തന്നെ തേക്കിൻ തടിയിലെ നല്ല ഒന്നാം തരം തേക്കിൻ തടിയാണ് പാനലിംഗ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഷാർപ്പായിട്ട് കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. പൂർണ്ണമായും കൊത്തുപണികളാൽ നിർമ്മിച്ചിട്ടുള്ള 2 പാളി ഡോറുകളാണ് ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ എന്തുകൊണ്ടും വളരെ മനോഹരമായ രീതിയിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇന്റീരിയറിൽ ഒരുപാട് ഡിസ്റ്റർബൻസ് എന്നുള്ള വൈറ്റ് പാറ്റേണിൽ നമുക്ക് ഏകദേശം ഒരു വുഡിന്റെ ഒരു പാറ്റേൺ കൂടെ വരുന്നത് കൊണ്ട് തന്നെ വളരെ രീതിയിൽ നന്നായിട്ട് ഇതിന്റെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ട്. അകത്തേക്ക് കയറുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിൽ നമുക്ക് ലിവിംഗ് സ്പേസും അതുപോലെ തന്നെ ആ സൈഡിലേക്ക് ഡൈനിങ് സ്പേസ് ഒരു സെപ്പറേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ലിവിംഗ് സ്പേസിന്റെ സൈഡിലേക്ക് തന്നെ നല്ലൊരു വ്യത്യസ്തമായ രീതിയിലേക്കുള്ള ഒരു വിൻഡോകളാണ് കൊടുത്തത്. പൂർണ്ണമായും തേക്കിൻ തടിയിലാണ് ഈ വിൻഡോകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അതൊക്കെ എന്തുകൊണ്ടും വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഒരുപാട് തേക്കിൻ തടികൾ യൂസ് ചെയ്തിട്ടുണ്ടും അതുപോലെ ചുടുകല്ലിലൊക്കെ നിർമ്മിച്ച വീടായിട്ടാണ് ഈ വീട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ 2 പാർട്ടീഷന് ഇടയ്ക്കായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ആർച്ച് പോലത്തെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്തും കംപ്ലീറ്റ് തേക്കിൻ തടി തന്നെയാണ് പാനലിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ സൈഡിലേക്ക് കംപ്ലീറ്റും ഈ കാണുന്ന വുഡൻ ഫ്രെയിം കാണുന്നതെല്ലാം തന്നെ തേക്കിൻ തടി നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് ഈ വീട്. അവിടെ ലിവിംഗ് സ്പേസും അതുപോലെ ഇവിടെ ഡൈനിങ് സ്പേസ് ഞാൻ കൊടുത്തിരിക്കുന്നത് പറഞ്ഞു. ഡൈനിങ് സ്പേസ് നമുക്ക് ഈ സൈഡിലേക്ക് നല്ല വൈഡ് ആയിട്ട് രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആ സൈഡിലേക്ക് നമുക്ക് വാഷ് സ്പേസിന്റെ ഏരിയ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തുകൊണ്ടും വളരെ മനോഹരമായ രീതിയിൽ അടുക്കും ചിട്ടയായിട്ട് കൂടി തന്നെയാണ് ഈ വീടിന്റെ കൺസ്ട്രക്ഷൻ പാറ്റേൺ പോയിരിക്കുന്നത്. ഇതും കംപ്ലീറ്റ് തേക്കിൻ തടി തന്നെയാണ് ഈ വിൻഡോയിൽ നിർമ്മിച്ചിരിക്കുന്നത്. താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമും മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്, ടോട്ടൽ 4 ബെഡ്റൂമുകൾ കൂടിയിട്ടാണ് ഈ വീട് കൊടുത്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമുകൾ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ ഹോളിൽ നമുക്ക് നല്ലൊരു പൂജാ റൂം കൊടുത്തിട്ടുണ്ട്. ഇത് പൂജാ റൂമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലൈബ്രറി അത്തരത്തിൽ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ആ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഒരു പ്രൊവിഷൻ അതും കൊടുത്തിട്ടുണ്ട്. താഴത്തെ ഫ്ലോറിന്റെ ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പോഴും ആ വാതിലുകളും കംപ്ലീറ്റും തേക്കിൻ തടി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സൈസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അലമാരയും ചെറിയ രീതിയിലേക്കുള്ള ഒരു പ്രൊവിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ എന്തുകൊണ്ടും വളരെ മനോഹരമായ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇന്റീരിയൽ വർക്കുകൾ വളരെ ഡിസ്റ്റർബ് തോന്നുന്ന രീതിയിലേക്കൊന്നുമല്ല, ഒരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന തരത്തിലേക്ക് പെർമനന്റ് മോഡലായിട്ട് തന്നെയാണ് ഇതിന്റെ ഒരു ഇന്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. ബാത്റൂമിന്റെ ഡോർ ഉൾപ്പെടെ തടിയിലാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം സൈസ് നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല രീതിയിലേക്കുള്ള ഒരു ബാത്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. അവിടെയും നമുക്ക് ഒരു വാഷ് ബേസിനും അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് സാനിറ്ററി കംപ്ലീറ്റ് ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് കുറച്ചുകൂടി ഇന്റീരിയലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ചെയ്യണം. അത്രയും നല്ല സ്പേഷ്യസ് ആയിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഏത് രീതിയിലും ഇത് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. ഏത് രീതിയിൽ ഇന്റീരിയർ വർക്കൊക്കെ ചെയ്തെടുത്താൽ എക്സ്ട്രീം ലെവൽ ഒരു പ്രീമിയം അല്ലെങ്കിൽ ഒരു ഹൈ ബഡ്ജറ്റ് വീട്ടിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള അനേകം ഓപ്ഷൻസോട് കൂടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. താഴത്തെ ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴും അതും പൂർണ്ണമായും തേക്കിൻ തടി തന്നെയാണ് കംപ്ലീറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണ് ആ ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത്. അവിടെയും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അലമാരയുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടുണ്ട്. ബാത്റൂം സൈസ് ആയാലും അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമാണ്. ഇതിന്റെ വേറെ നമുക്ക്
ഹോളിൽ നിന്ന് ഡയറക്റ്റ് ഇതിനകത്ത് എൻട്രൻസ് ചെയ്യാൻ വേണ്ടി 2 ഡോറുകളൂടെയാണ് ഈ ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഒരു മൾട്ടി പർപ്പസ് ആയ രീതിയിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിന്റെ ഒരു ബാത്റൂം സൈസ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിലേക്ക് കയറുമ്പോൾ ഈ കാണുന്ന പാനലിങ്ങും ഡോറും എല്ലാം തന്നെ ഇതിനകത്ത് തേക്കും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അകത്തേക്ക് കയറുമ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. ഇന്നത്തെ ഓൾമോസ്റ്റ് മോഡേൺ കിച്ചൺ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റും. മെയിൻ്റെനൻസ് ഒന്നുമില്ല, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വീട് കൊണ്ട് തന്നെ ഇതിന് മെയിൻ്റെനൻസ് കോസ്റ്റ് ഒന്നും സീറോ കോസ്റ്റ് മെയിൻ്റെനൻസ് കോസ്റ്റ് തന്നെ നമുക്ക് ഈ വീട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ബോർഡുകൾ അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസുകൾ എല്ലാം കൊടുത്തിരിക്കുന്നത് വുഡും ബോർഡും മിക്സിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ ഡാമേജസ് ഒന്നുമില്ല, എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ കൊടുത്തിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസുകളുടെ ഒരു കലവറ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് അധികം യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. 12 വർഷമാണ് പഴക്കമെങ്കിലും വെറും 4 വർഷം മാത്രമാണ് ഓണ്ട് താമസിക്കുക. ഓണ്ട് ഇവിടെ 2-3 വീടുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവർ അധികം യൂസ് ചെയ്തിട്ടുള്ള വീടല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഇനി യൂസ് ചെയ്ത് മേടിക്കുന്നവരുടെ ഒരു ഭാഗ്യമായി തന്നെ കരുതുന്നത്. അത്രയും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ വീട് വിൽപ്പനയ്ക്ക് ഇട്ടിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് നമുക്കൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയും വളരെ മനോഹരമായ രീതിയിൽ ഉള്ള സ്ഥലം മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. താഴെ ഇട്ടിരിക്കുന്ന ടൈൽ പാറ്റേൺ എല്ലാം തന്നെ ഒരു ഗ്രിപ്പിംഗ് ടൈലാണ് കേട്ടോ. അതൊക്കെ വളരെ മനോഹരമായി. ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അവിടെ നമുക്ക് 2-3 മൂട് തെങ്ങുണ്ട്. അതുപോലെ തന്നെ ഒരു ആത്തിമരമുണ്ട്. നല്ല ഹൈ റെസിഡൻഷ്യൽ, ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും ബാക്കിൽ നിന്ന് നോക്കിയാലും റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ്. ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ വളരെ വിൽക്കാൻ വേണ്ടി പറയുന്നതല്ല, വീടുകൾ കിട്ടാൻ വളരെ ചുരുക്കം. പ്രത്യേകിച്ച് ഇതുപോലെ ഒരു നല്ല വീടുകൾ അല്ലെങ്കിൽ നല്ല കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുക്കുന്ന വീടുകളൊക്കെ കിട്ടാനായിട്ട് വളരെ റയറാണ്. നമുക്ക് അവിടെ തുണി നനയ്ക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ വേസ്റ്റ് എല്ലാം ഡംപ് ചെയ്യാനായിട്ടുള്ള ഒരു പോർഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് എല്ലാം വളരെ മനോഹരമായ രീതിയിലേക്ക് തന്നെയാണ് ഇതിന്റെ ഫ്ലോർ എല്ലാം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇതിനകത്ത് വേറെ കോസ്റ്റ് എഫക്റ്റ് എന്നുള്ളത് സീറോ ആണ്. മുകളിലത്തെ ഫ്ലോറിൽ പോകുമ്പോൾ സ്റ്റെയർ കേസ് കംപ്ലീറ്റും വുഡൻ പാനലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോർ കംപ്ലീറ്റ് വുഡാണ്. സൈഡിലേക്ക് നമുക്ക് ഏകദേശം ഒരു ടൈപ്പ് വർക്കുകളും ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ കംപ്ലീറ്റും നല്ല ഒന്നാന്തരം തേക്കും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മുകളിലേക്ക് കയറുമ്പോൾ നല്ല എൽ മോഡൽ ഷേപ്പിലായിട്ടുള്ള നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. ഹോൾ ഏരിയ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രീമിയമായി തോന്നുന്ന രീതിയിലേക്കുള്ള ഒരു ഹോൾ ഏരിയ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നല്ലൊരു ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ വളരെ മനോഹരമായ രീതിയിലേക്കുള്ള നല്ല ഒന്നാന്തരം തേക്കും തടി നിർമ്മിച്ചിട്ടുള്ള ഊഞ്ഞാലുകൾ ഉൾപ്പെടെയാണ് ഈ വീട് കൊടുക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് മുകളിലത്തെ ഫ്ലോറിൽ ഹോളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു നല്ല അടിപൊളിയായിട്ട് താഴത്തെ ഫ്ലോറിലൊക്കെ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ നല്ല മനോഹരമായ തേക്കും തടി തന്നെയാണ് കംപ്ലീറ്റ് പാനലിംഗ് ഒക്കെ ചെയ്ത് നല്ല ഒരു എക്സ്ട്രീം ലെവൽ അല്ലെങ്കിൽ ഒരു പ്രീമിയം ആയിട്ട് തോന്നുന്ന നല്ല അടിപൊളി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടായിട്ട് തന്നെ നമുക്ക് തോന്നാൻ പറ്റും. മുകളിലത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം കയറുമ്പോഴും നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസ്. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണ് ആ ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ നല്ല ഹെവി ആയിട്ടുള്ള താഴത്തെ ഫ്ലോറിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൽ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനൊരു ബാൽക്കണി ഏരിയ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ രീതിയിലേക്കാണ് ഇതിന്റെ ബാൽക്കണി ഏരിയ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാം ഒരു റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു പവർഫുൾ ഏരിയ ആണ് കേട്ടോ. നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് ഈ വീടിരിക്കുന്ന ലൊക്കേഷൻ. മുകളിലത്തെ ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴും അതും കംപ്ലീറ്റ് ആയിട്ട് തേക്കുതടിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അവിടെയും താഴത്തെ ഫ്ലോറിൽ കൊടുത്തിരിക്കാൻ പോലെ വ്യത്യസ്തമായ രീതിയിലേക്കൊരു ഈ ഫ്രണ്ടേജ് കാണുന്ന രീതിയിലേക്കുള്ള എല്ലാ ജനലുകളും തന്നെ ഒരേ ഡിസൈൻ പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത്. 2ാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. അതും അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം ഇതിനകത്ത് കംപ്ലൈൻറ്റ്സ് ഒന്നും അധികം പറയാനൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ പോസിറ്റീവും നെഗറ്റീവും ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞു പോകുന്നത്. മുകളിലത്തെ ഫ്ലോറിലെ ഒരു ബാൽക്കണി ഏരിയ അതെന്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കുഞ്ഞൻ ബാൽക്കണി എന്ന് തന്നെ പറയാൻ പറ്റും കേട്ടോ. നല്ല മനോഹരമായ രീതിയിലേക്കുള്ള ഒരു ബാൽക്കണി ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ തന്നെ അതിന്റെ റെസിഡൻഷ്യൽ ഏരിയയെ കുറിച്ച് നമുക്കറിയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നല്ലൊരു വീട് വളരെ റയറായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അത്തരത്തിലുള്ള വീടുകൾ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും നല്ലൊരു പ്രോപ്പർട്ടി. മുകളിലത്തെ ഫ്ലോറിൽ ഹോളിൽ നിന്ന് നമുക്ക് ബാക്കിലേക്ക് ഇറങ്ങാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് വളരെ വൈഡ് ആയിട്ടുള്ള നമുക്ക് ഇതിനകത്തൊരു ഹോം തിയേറ്റർ ആയിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ജിമ്മോ ആ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലേക്കുള്ള നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ബാക്കിൽ ഒരു സ്റ്റോറേജ് ഏരിയ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ നല്ല ഷീറ്റ് എല്ലാം ഇട്ട് ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. ഈ ഏരിയ ബാക്ക് സൈഡിലെ ഏരിയ നോക്കിയാൽ നിങ്ങൾക്കറിയാം നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇവിടെ നിന്ന് മുകളിലേക്ക് കയറിപ്പോകാനുള്ള ഒരു സ്റ്റെയർ കേസും കൊടുത്തിട്ടുണ്ട്. വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്ന് വെറും 2 കിലോമീറ്റർ താഴെയാണ് ഇതിലേക്ക്. കുരിക്കാട് ജംഗ്ഷനിൽ നിന്ന് വെറും 150 മീറ്റർ മാത്രമാണ് ഇതിലേക്ക് വരാനുള്ള. നല്ലൊരു റെസിഡൻഷ്യൽ നല്ലൊരു പ്രോപ്പർട്ടി നോക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞാൻ 100% ഉറപ്പ് വരുന്നു. ബിൽഡിങ്ങിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിലോ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിന്റെ കാര്യത്തിലോ റെസിഡൻഷ്യൽ ഏരിയയിലോ വണ്ടികൾ വരാനുള്ള സൗകര്യത്തിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. നല്ല ഒന്നാന്തരം അടിപൊളി ഏരിയ.
വില ചോദിച്ചാൽ തന്നെ ഞാൻ ഏകദേശം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു. 6.25 സെന്റിലായിട്ട് 2400 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുള്ള ഈ വീട് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 1,35 ലക്ഷം രൂപ മാത്രമാണ്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോ കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ വീഡിയോ ശ്രമിക്കുക. എല്ലാവർക്കും ബൈ ബൈ.